ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാവാറുള്ള സവോളയോ മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കിഡിലൻ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. മടിയുള്ള ദിവസങ്ങളിലോ ചോറിലേക്ക് ഒത്തിരി കൂട്ടാനുകളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇത് ട്രൈ ചെയ്യാം. അത്രക്കും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം. ഇതിനു മുമ്പ് ഇത് ഉണ്ടാക്കി നോക്കിയവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി കാണുന്നതെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയാണ് വേണ്ടത്. ഞാനിവിടെ 2 സവോള ഇതുപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്കിതിൽ മെയിൻ ചേരുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതുപോലെ ആദ്യം 2 എണ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പുഴുങ്ങിയെടുത്ത ഈ ഒരു 3 മുട്ടയും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ടൈമിൽ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ഉണ്ടാക്കി നോക്കുകയും നല്ല റെസ്പോൺസൊക്കെ കിട്ടിയ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണിത്. ഇതൊരു കേരള സ്റ്റൈൽ റെസിപ്പി അല്ല കേട്ടോ, ഒരു നേപ്പാളിയൻ റെസിപ്പി കൂടെയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു അരപ്പേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 ചേരുവ കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാൻ കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല കിഡിലൻ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുളിയും എരിവും മുട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ ഇത്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്